നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വേനൽ ചൂട് കനക്കുന്നു. കൂത്താട്ടുകുളത്ത് സൂര്യാഘാതമേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഒറീസ സ്വദേശി പാണ്ഡവ് ബൈരിക്കാണ് പൊള്ളലേറ്റത്. കൈകളിലും കഴുത്തിലും പൊള്ളലേറ്റു. ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെടുത്തി. ദേശീയ തലത്തിൽ മഹിളകളുടെ പ്രതിഷേധത്തിനൊരുങ്ങി BJP. എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കും. 27-നാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം 10ാമതയത്തിനോടനുബന്ധിച്ച് നടന്ന സർപ്പപൂജ ഭക്തിസാന്ദ്രം. മേൽശാന്തി വാസുദേവ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വനിതകളുടെ കണ്ണിന്റെ ആരോഗ്യവും സംരക്ഷണവും ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച മൂവാറ്റുപുഴ അഹല്യ കണ്ണാശുപത്രി. മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. മുസ്ലിം ലീഗ് ആവോലി പഞ്ചായത്ത് കമ്മിറ്റി ഹജ്ജ് ക്ലാസും യാത്രയപ്പ് സംഗമവും സംഘടിപ്പിച്ചു. രണ്ടാർക്കര പൂക്കോയ തങ്ങൾ സ്മാരക ലീഗ് ഹൌസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം നുജ്മുദ്ദീൻ പാളിലി നേതൃത്വം നൽകി. ഇൻസ്പയർ മനക് അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ട നോർത്ത് മാറാടി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിനികൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ വൈഗാമനു, അമേയ KS എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വാർത്തകൾ വിശദമായി. കൂത്താട്ടുകുളത്ത് സൂര്യാഘാതമേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. താമരക്കാട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന തടിമില്ലിലെ തൊഴിലാളിയായ യുവാവിന്റെ കൈകളിലും കഴുത്തിലുമാണ് പൊള്ളലേറ്റിരിക്കുന്നത്. വേനൽ ചൂട് കനക്കുന്നതിനിടെ കൂത്താട്ടുകുളത്ത് സൂര്യാഘാതമേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഒറീസ സ്വദേശി പാണ്ഡവ ബൈരിക്കാണ് പരിക്കേറ്റത്. താമരക്കാട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന തടിമില്ലിലെ തൊഴിലാളിയായ പാണ്ഡവ ബൈരിയുടെ കൈകളിലും കഴുത്തിലുമാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് പാണ്ഡവ ബൈരിക്ക് സൂര്യാഘാതമേറ്റത്. തളർച്ചയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ച യുവാവിനെ ഉടൻ തന്നെ സഹപ്രവർത്തകർ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക പരിശോധനയിൽ തന്നെ പൊള്ളൽ ഗുരുതരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർമാർ അടിയന്തര ചികിത്സ നൽകുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ചൂടുകൂടിയ സാഹചര്യത്തിൽ മറ്റ് 2 സ്ത്രീകളും സൂര്യാഘാതമേറ്റ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മഹിളാ മുന്നേറ്റ യാത്ര 27-ന് സംഘടിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്ത് പരാജയപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് BJP ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന മഹിളകളുടെ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കുന്നത്. പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി ബില്ല്, നാരീശക്തി വന്ദൻ അധിനിയം, റിസർവേഷൻ ബില്ല്, 131 ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്ത് പരാജയപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് BJP ദേശീയ തലത്തിൽ മഹിളകളുടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. BJP എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി മഹിളാ മോർച്ച ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി 27-ന് മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ്, മഹിളാ മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജ ലാൽജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 27-ാം തീയതി തന്നെ ഇതിൻ്റെ വനിതാ മുന്നേറ്റ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വനിതാ മുന്നേറ്റ യാത്രയിൽ നമ്മെ സംബന്ധിച്ച് ആയിരങ്ങൾ പങ്കെടുക്കുന്ന, വനിതകൾ പങ്കെടുക്കുന്ന വലിയ ഒരു റാലി മൂവാറ്റുപുഴ ടൗണിൽ തന്നെ നടക്കുന്നുണ്ട്. സമുന്നതരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം മണ്ഡലാടിസ്ഥാനത്തിൽ, സംഘടനാ മണ്ഡലാടിസ്ഥാനത്തിൽ, നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഈ ബില്ലിന് എതിരെ നിൽക്കുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനുമെതിരെ, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. 33% സംവരണം ലഭിച്ചേ മതിയാകൂ എന്നുള്ളത് വനിതകളുടെ പ്രഖ്യാപിത നയമായി മാറുന്നു. ആ നാരീശക്തിയിൽ അഭിമാനം കൊള്ളുന്ന പാർട്ടിയും ഭരണകൂടവും അതോടൊപ്പം ഉണ്ടാകും. ബില്ല് പരാജയപ്പെടുത്തിയതിലൂടെ തങ്ങൾ ഭാരതത്തിലെ മഹിളകൾക്കെതിരാണ് എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2023 ഇരുസഭകളിലും ഈ ബില്ല് പാസാക്കപ്പെട്ടു. ഈ ഏപ്രിൽ 16-ാം തീയതി സർക്കാർ വിജ്ഞാപനത്തിലൂടെ അത് നിയമമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേക സാഹചര്യം 131 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇവിടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക, സെൻസസിന്റെ പ്രക്രിയ കഴിയും, അതിന് കാത്തിരിക്കാതെ
അതിൻ്റെ പ്രക്രിയ കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ വരുന്ന സമയത്ത് വീണ്ടും ഇത് 2029 ക്രോസ് ചെയ്ത് പോകുമെന്നുള്ളത് കൊണ്ട് ആ 2029 വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 33% സംവരണം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലൊരു സർക്കാർ പഴയ സെൻസസ് പ്രകാരം തന്നെ ഡീലിമിറ്റേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് 50% ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ പ്രാതിനിധ്യം സീറ്റ് വിഭജനത്തിൽ കാര്യങ്ങളിൽ നൽകിക്കൊണ്ട് നമ്മൾക്ക് സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള സീറ്റുകളിൽ നിന്നും അത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഒരു 850 സീറ്റായി വർദ്ധിപ്പിക്കുമ്പോൾ ഏതാണ്ട് 280ഓളം വനിതകൾ പാർലമെന്റിന്റെ ഉള്ളിലേക്ക് വരും എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാമെന്നുള്ള സർക്കാരിന്റെ സതുദ്ദേശപരമായ നിലപാടിനെയാണ് പ്രതിപക്ഷം ഇവിടെ സ്ത്രീകളോട് വഞ്ചന കാണിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന്. അത് മുൻനിർത്തി ഇതൊരു രാഷ്ട്രീയ വിവാദത്തിന് മാത്രം ഈ സ്ത്രീകൾ, ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, സ്ത്രീകളെ മുൻനിർത്തി. ആരാണ് ഈ സ്ത്രീകളെ മുൻനിർത്തി ഈ രാഷ്ട്രീയ മാമാങ്കം കളിച്ചത്? ഇവിടുത്തെ പ്രതിപക്ഷം. അപ്പോൾ ഇവർക്കാണ് താല്പര്യമില്ലാത്തത്. ഇവർക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പുറകിൽ മറ്റു പല അജണ്ടകളുമുണ്ട്. സ്ത്രീകൾ ഇത്രയധികം കടന്നു വരാൻ പാടില്ല എന്നുള്ള വലിയ ഒരു താല്പര്യമുള്ള ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. ആ വിഭാഗത്തെ സംരക്ഷിക്കുകയാണ് സ്ത്രീകളുടെ ഈ സംവരണം അട്ടിമറിക്കുന്നതിലൂടെ ഇവർ ചെയ്യുന്നത്. വൈകിട്ട് 4:30 ജില്ലാ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമാപിക്കും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 10-ാം ഉദയത്തോടനുബന്ധിച്ച് നടന്ന സർപ്പപൂജ ഭക്തിസാന്ദ്രം. മേൽശാന്തി വാസുദേവ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 10-ാം ഉദയത്തോടനുബന്ധിച്ച് നടന്ന സർപ്പപൂജ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി വാസുദേവ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. സന്താനലാഭം, രോഗശാന്തി, ദീർഘായുസ്, ത്വക്കുരോഗശമനം, സർപ്പപ്രീതി, സർപ്പദോഷം നീങ്ങൽ എന്നിവയ്ക്കായി ധാരാളം ഭക്തർ നൂറും പാലും വഴിപാട് നടത്തി. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. ക്ഷേത്ര ഭാരവാഹികൾ, മാതൃസമിതി പ്രവർത്തകർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സന്താനഗോപാലമൂർത്തിയായ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ നൂറുകണക്കിന് ആളുകൾ സന്താന സൗഭാഗ്യത്തിനായി ദർശനത്തിനെത്തുന്നുണ്ട്. വനിതകളുടെ കണ്ണിന്റെ ആരോഗ്യവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാരാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ അഹല്യ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. വനിതകളുടെ കണ്ണിന്റെ ആരോഗ്യവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാരാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ അഹല്യ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന നേത്രരോഗങ്ങൾ, അവയുടെ പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അവരെ കൂടുതൽ ബോധവതികളാക്കുന്നതിനുമായി മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. അയ്യോ നെഞ്ചിലൊരാടി കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി ചിരിക്കല പെണ്ണെ ചിരിക്കല പെണ്ണെ ചിരിക്കല പിടിക്കല 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 ചിരിമണി മുല്ലേ ചിത്തിര മുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ലടിയാരിൻ ചുംബനമേക്കാൻ സുഖമാണല്ലേ കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി ചിരിക്കല പെണ്ണെ കല്യാണി നിന്റെ പാറത്ത് പുള്ളി എന്നെ കുടിക്കില്ല. അഹല്യ സോണൽ മാനേജർ എബിൻ, പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർ അജയ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മുസ്ലിം ലീഗ് ആവോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ക്ലാസും യാത്രയപ്പ് സംഗമവും സംഘടിപ്പിച്ചു. രണ്ടാർക്കര പൂക്കോയതങ്ങൾ സ്മാരക ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മുഹ്യദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം നുജ്മുദ്ദീൻ ഹാളിലെ ഹജ്ജ് ക്ലാസിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇൻസ്പയർ മനക് അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ട് നോർത്ത് മാറാടി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിനികൾ.
ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇൻസ്പയർ മനക് പദ്ധതിയിൽ 2025-26 വർഷത്തെ ഇൻസ്പയർ മനക് അവാർഡിനായി മൂവാറ്റുപുഴ നോർത്ത് മാറാടി ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ വൈഗ മനു, അമേയ KS എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇൻസ്പയർ മനക് സ്കീം പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്ര പ്രൊജക്ടുകൾ തയ്യാറാക്കി ജില്ലാതല പ്രദർശനങ്ങളിലും മത്സരങ്ങളിലും പങ്കെടുക്കാനാണ് ഇവർക്ക് അവസരം ലഭിക്കുന്നത്. ഇതിനായി ഓരോരുത്തർക്കും 10,000 രൂപ വീതം ധനസഹായം ലഭിക്കും. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ആയവന മോളത്ത് പരേതനായ ജോണിന്റെ ഭാര്യ ഏലിക്കുട്ടി നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് ആയവന തിരുഹൃദയ പള്ളിയിൽ. പരേത കാര്യമറ്റം കുളപ്പുറത്ത് കുടുംബാംഗമാണ്. മക്കൾ രാജു, ജെയ്സി, മരുമക്കൾ സിൽവി പാറേക്കുടിയിൽ വെള്ളിയാമറ്റം, ജോർജ് മാതേക്കൽ അരിക്കുഴ. ഏനാനല്ലൂർ വാലമ്പാറയ്ക്കൽ ജോസഫ് ഔസേപ്പ് നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. ഭാര്യ മറിയക്കുട്ടി കല്ലൂർക്കാട് ചെരുവിൽ. മക്കൾ മോളി, അലോഷി, ആനിസ്, പോൾ, സിസ്റ്റർ റെറ്റി, സിജി, സിനി, നിഷ, ഷീബ. മരുമക്കൾ ഷീന, ബെന്നി, താര, രാജു, റെജു, വിൻസെന്റ്, ഷാജു, പരേതനായ ഷാജി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.